ഹലോ മക്കളെ, നീറ്റിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. ഇപ്പോൾ നീറ്റിന് പഠിക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും വളരെ ബുദ്ധിമുട്ടുന്നത് ഫിസിക്സിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് കിട്ടുന്ന റെസ്പോൺസസ് അങ്ങനെയാണ്. അതായത് എല്ലാവരും വിചാരിക്കുന്നത് എന്താ, ഫിസിക്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതല്ലെങ്കിൽ ഞാൻ മാത്സിൽ വീക്കാണ്, അതുകൊണ്ടാണ് എനിക്ക് ഫിസിക്സ് ചെയ്യാൻ പറ്റാത്തത്, അതല്ലെങ്കിൽ ഫിസിക്സ് നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളുടെ അത്രയും ബുദ്ധി എനിക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കുറേ അധികം സമയം എഫേർട്ട് എടുക്കുക, അത് മാത്രമേ ഇതിന് വഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ വിശ്രമമോ ഭക്ഷണമോ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫിസിക്സിന് വേണ്ടിയിട്ട് സമയം വളരെയധികം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനുള്ള ഒരു റിസൾട്ട് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ പല കുട്ടികളും നിരാശരാണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ എന്താണെന്നറിയോ, ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കുണ്ട്, സ്റ്റീഫൻ ആർ കോവേ. ഇദ്ദേഹം കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബുക്കാണ്, നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. പിന്നെ ഇനി വായിക്കാത്തവർ കണ്ടിട്ടോ കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഇനിയിപ്പോൾ പരീക്ഷ ഒന്ന് മൂക്കി കയറിയ നേരത്ത് ഇനിയിപ്പോൾ നിങ്ങൾ അത് വാങ്ങാനും വായിക്കാനും ഒന്നും പോകണ്ട. അപ്പോൾ ഇതിനകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു സിറ്റിയിൽ നമ്മൾ എത്തിയെന്ന് വിചാരിക്കുക. ആ സിറ്റിയിൽ ഒരു സ്ട്രീറ്റിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നമുക്ക് എത്തണം എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റിയിലെ സ്ട്രീറ്റിൻ്റെയൊക്കെ മാപ്പ് നമ്മളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എവിടെ എത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പ് നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും. മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ നടന്നു പോവാം, ഇനി അല്ലെങ്കിൽ സൈക്കിളിൽ പോവാം, അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോവാം, പലതിലും പോവാം. പല വിധത്തിലും പല മാർഗങ്ങളും ഉണ്ട് അവിടെ എത്തിച്ചേരാൻ. ഇത് നിങ്ങളുടെ കയ്യിലുള്ള ആ സ്ട്രീറ്റിൻ്റെ മാപ്പ് തെറ്റാണെങ്കിൽ നിങ്ങൾ എത്ര പരിശ്രമിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ എത്ര വേഗത്തിൽ യാത്ര ചെയ്താലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്തിച്ചേരുന്നത് റോങ് ഡെസ്റ്റിനേഷനിലാവും. അപ്പോൾ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തെന്നോ അല്ലെങ്കിൽ എത്ര വേഗത്തിൽ പോയെന്നോ ഇതിലൊന്നും ഒരു കാര്യമില്ല. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഈ മാപ്പ് നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള മാപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ പിന്നെ അതിന് ശേഷമാണ് നിങ്ങൾ എത്ര വേഗത്തിൽ പോകണം, അല്ലെങ്കിൽ ഏത് ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾ അതിന് ശേഷമാണ് ആലോചിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ കുറേ ഇഷ്ടിക ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഇഷ്ടികയൊക്കെ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ഈ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളതും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും, ആരെയും നിങ്ങൾ കാത്തിരിക്കണ്ട, ആരെയും വിളിക്കണ്ട. എന്താ പരിപാടി, നമ്മൾ ഇത് ഓരോന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓരോന്ന് എടുത്ത് നമ്മൾ കുറച്ചൊക്കെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ പിന്നെ നമുക്കിത് മനസ്സിലാവുന്നത് ഈ ഓരോന്ന് എടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്ന് തീരാനാ, എപ്പോൾ തീരാനാണ്, ഇത് ബുദ്ധിമുട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു 3-4 ഒരുമിച്ച് വെക്കും, ഇവിടെ ഒരെണ്ണം വെക്കും. എന്നിട്ട് നമ്മൾ വളരെ വിഷമിച്ച് നമ്മൾ പോകും. മാത്രമല്ല അതിലിടയ്ക്ക് തട്ടാനും തടയാനും വീഴാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. കുറേ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ടയേർഡാവും, നമ്മളുടെ കൈയൊക്കെ നമ്മൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നല്ല പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് പകരം ഒരു ട്രോളി നിങ്ങൾ സംഘടിപ്പിക്കുക, ഗ്ലൗസ് നിങ്ങൾ സംഘടിപ്പിക്കുക. എന്നിട്ട് ഈ ഇഷ്ടികയൊക്കെ എടുത്തിട്ട് ആ ട്രോളിയിൽ നിങ്ങൾ വെച്ചിട്ട് അത് ആ ട്രോളി നിങ്ങൾ തള്ളിക്കൊണ്ടുപോയിട്ട് ഇതവിടെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വലിയ എഫേർട്ട് ഇല്ലാണ്ട് നമുക്ക് ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ ഫിസിക്സ് പഠിക്കുന്ന സമയത്തും കാര്യങ്ങൾ നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കണം. അതായത് ഇതൊരു നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളല്ല. ശരിക്കും കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. 1-2 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മാത്രമല്ല ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഒരു കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. പിന്നെ ബുദ്ധിയില്ല എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുകയേ ചെയ്യരുത്. സാധാരണ മാർക്ക് കിട്ടുന്ന കുട്ടികളുണ്ടല്ലോ, അവർ നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തുമാത്രം എഫേർട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മെയിനായിട്ടുള്ള പരിപാടി പഠിക്കുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് പ്രയാസമുള്ളത് ഫിസിക്സാണ്. ആ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തുമാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫിസിക്സ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഫിസിക്സിൻ്റെ കുഴപ്പമോ പിന്നെ നിങ്ങളുടെ എഫേർട്ട് പോരാത്തത് കൊണ്ടോ അല്ല.
ഞാനിപ്പോൾ ഈ പറഞ്ഞ മാപ്പിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വേണ്ടത്ര ഒരു സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നില്ല, വേണ്ടത്ര എഫേർട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല. അതിൻ്റെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം, ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. പിന്നെ മാത്രമല്ല, ലോകത്ത് ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എൻട്രൻസ് ആണ്. അതിനകത്ത് കാരണം എന്താണെന്നറിയോ? ചോദ്യം മാത്രമല്ല, ഉത്തരവും അതിനകത്തുണ്ട്. ഈ 4 ഏതോ ഒന്ന് ശരിയാണ്. അത് കണ്ടുപിടിക്കുക എന്നുള്ള അതിനുള്ള വിവരം മാത്രം മതി. മാത്രമല്ല, ഫിസിക്സാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. മാത്സ് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാമെങ്കിൽ ഫിസിക്സിൽ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. പിന്നെ ഈ മാത്സ് അറിയാമെന്ന് പറഞ്ഞാൽ, മാത്സ് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്സ് അറിയില്ല, മാത്സ് മോശമാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കണക്ക് കൂട്ടലും കാണാപ്പാഠം പഠിക്കലും അല്ല ബുദ്ധി. നിങ്ങളുടെ തന്നെ ഇപ്പോൾ ഇത്രയും കാലത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളൊക്കെ നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായെന്ന് വിചാരിക്കുക. നിങ്ങളത് അന്ന് സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് എന്ത് എക്സ്ക്യൂസ് പറയും? ഈ എന്ത് എക്സ്ക്യൂസ് പറയും എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഈ ആലോചിച്ച് നിങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങളൊരു എക്സ്ക്യൂസ് കണ്ടുപിടിക്കുകയും അത് അവിടെ അവതരിപ്പിക്കുക. അത് അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താവും അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അത് അങ്ങനെ ഇപ്പോൾ ടീച്ചർ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളെങ്ങനെ നേരിടണം, അതിന് നമ്മൾ എന്ത് റിപ്ലൈ കൊടുക്കേണ്ടി വരും, അങ്ങനെ പല പദ്ധതികളും നിങ്ങൾ ഇതിനു മുമ്പ് വളരെ വിജയകരമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതും നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് നടപ്പാക്കാൻ കഴിയും. ഇപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചവർ, നീന്താൻ പഠിച്ചവർ, ഡ്രൈവിംഗ് പഠിച്ചവർ, ഇതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, ഈ പഠിച്ച് കഴിഞ്ഞവർ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നീന്തുന്നത് കാണുമ്പോൾ എനിക്കെപ്പോൾ അങ്ങനെയൊക്കെ പോകാൻ കഴിയും, എനിക്കെപ്പോൾ അങ്ങനെയൊക്കെ നീന്താൻ കഴിയും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഇത് ആസ്വദിച്ച് പഠിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന പല കാര്യങ്ങളും നുണയാണ്, അല്ലെങ്കിൽ അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ്. ശരിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് ഇപ്പോൾ ഫിസിക്സിലൊരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലായില്ല എന്ന് വരാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എനിക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള എൻ്റെ എക്സ്പ്ലനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഇപ്പം എന്തൊക്കെ ഞാൻ പറയുകയാണെങ്കിലും എനിക്ക് അറിയുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയില്ല. കുറേ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം എന്നില്ല. അപ്പോൾ 1 മണിക്കൂർ ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ ഫുൾ അറ്റൻഷനിൽ ഇരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, ആരെക്കൊണ്ടും കഴിയില്ല. അപ്പോൾ എനിക്കറിയുന്നതിൻ്റെ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമേ ഞാൻ പറയൂ. അതിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കൂ, അതല്ലെങ്കിൽ നിങ്ങൾ കേൾക്കൂ. അതിലൊരു പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. അതിൽ ഒരു പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഈ ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്കുന്നതിൻ്റെ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറയുന്നു എന്നും അത് എങ്ങനെ പറയുന്നു എന്നുള്ളതും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഫിസിക്സ് പഠിക്കാനുള്ള ടൂൾസ് അത് ഞാൻ തരും. അതായത് ഇപ്പോഴെന്താണെന്നോ, നിങ്ങൾ നീറ്റിലെ ഏത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാലും അത് ചെയ്യാനുള്ള ടൂള് ഈ വീഡിയോസിലുണ്ട്. ആ ടൂള് നിങ്ങൾ എടുക്കുക, പ്രയോഗിക്കുക, ജയിക്കുക. ഇത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. താങ്ക് യു.